Hi, Mabida Rashid. Welcome back to another special episode of Masterclass. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം എൻ്റെ സ്ഥിരമായിട്ടുള്ള വീട്ടിലെ കിച്ചണായിരിക്കും. അത് എൻ്റെ വീട്. ഇതാ എൻ്റെ ഇത്തോഹം, എൻ്റെ വാപ്പൻ്റെ വീട്. വാപ്പൻ്റെ വീടിനാണ് ഇത്തോഹം എന്ന് പറയുക. ഇവിടുന്ന് ആ പെരുന്നാൾ ആഘോഷിക്കുക, ഇവിടുത്തെ ആ ഭക്ഷണങ്ങൾ, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു നൊസ്റ്റാൾജിയ. ആ കാലത്ത് ഉണ്ടാകുന്ന ഭക്ഷണവും ആ സമയത്തുണ്ടായിരുന്ന പാത്രങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ഉമ്മയുടെ വീട്ടിലും ഉപ്പൻ്റെ വീട്ടിലും ഒക്കെ ഇങ്ങനത്തെ പാത്രങ്ങളും ഇങ്ങനത്തെ അടുപ്പും തീയും അതിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഈ വീട്ടിൻ്റെ ആ പഴയ തറവാട് എന്ന് പറയുന്നത് നിങ്ങളൊന്നും കാണാൻ പോകുന്നില്ല, ഇതെല്ലാം മിസ്സാവാൻ പോവാ. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തന്നെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, അന്നത്തെ കാലമൊക്കെ ഇങ്ങനത്തെ വിറകുള്ള അടുപ്പും ഉരുളിയിലും ഇങ്ങനത്തെ മുട്ടയെന്ന് പറഞ്ഞാൽ അത്ര അബൻഡൻ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കില്ല. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടമാല എന്ന് പറഞ്ഞൊരു ഡിഷാണ്. മുട്ടമാല എന്ന് പറഞ്ഞ ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഒരു 25-30 എഗ്സ് വേണം. അന്നത്തെ കാലം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ മുട്ട കിട്ടൂല. ഈ മുട്ട കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ 1-2 മാസം മുന്നേ ഇവർ കളക്ട് ചെയ്ത് റെഡിയാക്കി വെക്കും. പെരുന്നാളിൻ്റെ അന്ന് മുട്ടമാല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ പോയി മുട്ട വാങ്ങി വരാൻ പറ്റൂല. ഈ മുട്ട നമ്മളെ വീട്ടിൽ തന്നെ കോഴി ഉണ്ടാവും, എല്ലാവരും കോഴിനെ വളർത്തും. ഡെയിലി 3-4 മുട്ട കിട്ടും. അത് എടുത്തു വെച്ച് പെരുന്നാളിൻ്റെ അന്നത്തേക്ക് ഒരു 100 മുട്ടൻ്റെ മാലെങ്കിലും വലിച്ചാലേ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാനുണ്ടാവുള്ളൂ. See, all this is what? This is the love being shown. ആ വീട്ടിലുള്ള ഗ്രാൻഡ് മദറോ ആരാന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള ഏറ്റവും മൂത്ത ആൾക്കാർ, അവർക്കറിയാം ഞങ്ങളെല്ലാവരും പെരുന്നാളിന് വരുന്നത് മൂത്തോത്തപ്പനെ കാണാനും അതിൻ്റെ ശേഷം അവിടെയുള്ള കുറേ രുചികൾ നമ്മളെ മനസ്സിലുണ്ടാവും. അതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇത്തോത്തേക്ക് വരിക. ആ ഇത്തോത്ത് വരുന്ന സമയത്ത് ആ ഉമ്മ ഇത് മാസങ്ങളായിട്ട് ആലോചിച്ച് വെക്കുന്ന ഒരു സംഗതിയാണ് എന്ത്, ഈ മുട്ടമാല ഉണ്ടാക്കണം ഇവരൊക്കെ വരുമ്പോൾ എന്നുള്ളത്. ആ മുട്ടമാലക്കുള്ള മുട്ട കളക്ട് ചെയ്യുക. ദിസ് ആർ സംതിങ്. അവിടെയാണ് ഈ സ്നേഹം കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഒരു 500 മുട്ട വേണമെങ്കിൽ ഒരു ഫോൺ കോൾ വിളിച്ചാൽ മുട്ട വരും. ആൻഡ് സെയിം തിങ് നിങ്ങൾക്കും ഉണ്ടാക്കാം. അന്നത്തെ മാതിരി അടുപ്പും തീയും മുട്ട കളക്ഷനൊന്നും ആവശ്യമില്ല. പരമ്പരാഗതമായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഇതൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, ഇത് കാണിക്കലാണ് ഞാൻ ഇന്നെടുത്ത ദൗത്യം. ലൈക്ക് ഇപ്പോൾ ഇങ്ങനത്തെ കിച്ചൺസ് എവിടെയില്ല, ഫയർവുഡ് കിച്ചൺസ് ഇല്ല, ഇങ്ങനത്തെ വീടുകളില്ല, അതൊന്നും ആർക്കും ഇല്ല. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ജനറേഷൻസ് ഇതൊക്കെ ഒന്ന് കാണട്ടെ. This is what is my tarwad ittoham. The way we cook, the way we eat, all this is what I want to show you today. സൈന്ദത്താ, എനിക്ക് മുട്ടമാല ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ ഉണ്ടാക്കണ മുട്ടമാല, നിങ്ങൾ പണ്ടൊക്കെ എങ്ങനെ മുട്ടമാല മുട്ട കിട്ടല്? നമ്മളെ ഉമ്മയും വലിയൊക്കെ കോയിനെ വളർത്തു, കോഴി ഉണ്ടാകും വീട്ടില്. ഇഷ്ടംപോലെ കോയിനെ വളർത്തു, കോയിനെ പിരിപ്പിക്കും, കോയിനെ മക്കളുണ്ടാക്കും. അപ്പൊ മുട്ട ഇങ്ങനെ ഇട്ടിയാൽ അത് സൂക്ഷിച്ചു വെക്കും. നമുക്ക് മുട്ടമാല ഉണ്ടാക്കാൻ പോയി എട്ടപ്പത്തിലൂടെ. അങ്ങനെയാണ് അന്ന് മുട്ട കിട്ടില്ല. അല്ലാതെ ഇങ്ങനെ 100 മുട്ട എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ കിട്ടൂല. പെട്ടെന്ന് മുട്ടമാല ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാലും ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ ഒരു 10-15 മുട്ട ഉണ്ടായപ്പോ നമുക്ക് എട്ടപ്പത്തിലൂടെ കോയിമുട്ടുണ്ട്. വെള്ളക്കോയി മുട്ടിട്ട് മഞ്ഞക്കോയി മുട്ടിട്ടുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പെരുമ പറയൂ, മൂത്തമ്മ പറയൂ, അമ്മ ചെറുതാണ്. അപ്പൊ അന്നത്തെ ദിവസം ചട്ടിപ്പത്തിരി കിട്ടുള്ളൂ. അല്ലാണ്ട് ഈ പലഹാരങ്ങളൊക്കെ തിന്നണമെങ്കിൽ അതാബുണ്ട്, മുട്ട വിചാരിച്ചാലും പറ്റൂല. അപ്പൊ നമുക്കൊന്ന് ഒരു മുട്ടമാല ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമോ? നമ്മളെ കുട്ടികളെല്ലാം കണ്ടോട്ടെ എന്താ എല്ലാരും ഇങ്ങനെ മുട്ടമാലെന്നേ അറിയുന്നുള്ളൂ. എന്താ മുട്ടമാലെന്ന് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമുക്ക് ജയിൻതാത്ത ഉണ്ടാക്കുന്ന മുട്ടമാല, റിയൽ ഫയർ കുക്ക്ഡ് മുട്ടമാല. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ അങ്ങക്ക് ആദ്യം മുട്ട പൊട്ടിക്കല്ലേ വേണ്ടത്? എന്നാ മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കൂ. മുട്ടമാല ഉണ്ടാക്കാം. മുട്ട ആദ്യം പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിക്കും. മുട്ട ഉണ്ണിയും പിന്നെ വെള്ളി അടക്ക ഒഴിക്കുക. രണ്ടും ഒന്നാക്കി. പക്ഷെ ഉടയരുത്, ഉണ്ണി ഉടയാട് സൂക്ഷിക്കണം. അത് കൊടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ചതാക്കണം. അതിനാണ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഭയങ്കര ഒരാളെ കൊണ്ട് പൊട്ടിക്കാത്തൊക്കെ അങ്ങനെയാണ്. അവിടെ തന്നെ സ്വന്തം പൊട്ടിക്കൽ അതിനാണ്. അതിനൊരു സൂക്ഷ്മത വേണം. സൂക്ഷ്മത വേണം. അഥവാ അങ്ങനെ ഒഴിക്കുമ്പോ പൊട്ടിയാ വേഗം എടുത്ത് മാറ്റണം.
വെള്ളൻ്റെ അടുത്ത് ചുവപ്പും കൊടുക്കരുത്, ചുവപ്പിൻ്റെ അടുത്ത് വെള്ളയും കൊടുക്കരുത്. അത് രണ്ടും കൊടുക്കരുത്. ഇതെന്താ ഈ മുട്ടനുണ്ണി ഇത് എടുക്കട്ടെ. ഇതിങ്ങനെ അങ്ങോട്ട് കൈയോട് കോരി എടുക്കുക. കോരി എടുത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ മുറിച്ചിടുക. ഈ മുട്ട വെള്ളം തീരെ പാടില്ല, തീരെ അതിനൊന്നും പറ്റൂല. വെള്ളയെ പാടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം വെള്ളം അങ്ങോട്ട് ഇങ്ങോട്ട് കയ്യിലാക്കി മുറിച്ച് ക്ലിയർ ആയി. നല്ല ക്ലിയർ ആയി. ഇനി ഉണ്ണി പൊട്ടിക്കണം. ഉണ്ണിക്ക് ഒരു തോലുണ്ടാവൂലേ, ആ തോല് പൊട്ടിച്ചെടുക്കണം, മെംബ്രെയിന് പൊട്ടിച്ചെടുക്കണം. ഇങ്ങനാണെങ്കിൽ ഇത് കുടുങ്ങി കഴിഞ്ഞാല് ചിലപ്പോ പിന്നെ മാല കിട്ടൂല. ഈ ഉണ്ണിയോണ്ടാണല്ലേ നമ്മള് മാല വലിക്കുക അല്ലേ? ആ മാല മുറിഞ്ഞു പോകുന്നു ഉണ്ടായാല് ഇതിങ്ങനെ കയ്യോണ്ട് മുറിച്ചെടുക്കണം. ഈ വെള്ളം എന്നാ വേഗം കിട്ടുക. കയ്യോണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താല് വേഗം കിട്ടി. ഉണ്ണി മാത്രം ഉണ്ണി പൊട്ട് സൂക്ഷിക്കണം. അത് അറിയാത്തവരെടുത്താലും ഉണ്ണി പൊട്ടിപ്പോവും. ഉണ്ണി വെള്ളയിലൊക്കെ ആവും, വെള്ളം ഉണ്ണിയിലൊക്കെ ആവും, എല്ലാം കൂടി കഷവിശാവും. അറിയാത്തവർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അറിയുന്നത് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ വെള്ളന്റെ അംശം ഈ യോക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് മുട്ടമാല വലിക്കുന്ന സമയത്ത് ഈ യോക്ക് വീഴൂല, തടസ്സം വരൂല്ലേ? തടസ്സം വരും. അതിനാണ് ഈ മെംബ്രെയിൻ ഊരിയിട്ട് കളയുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഇൻട്രിക്കസി. ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം നമ്മളെ ഒരു അതെ ഒരു മലബാറി ഡിഷ്. അപ്പൊ നമ്മളെ കുട്ടികൾക്കെല്ലാം ഇതെല്ലാം ഒന്ന് കണ്ട് മേ ബി ഇതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ പെട്ടെന്ന് ഇഷ്ടമാവാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് വി ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കാർഡമൺ അല്ലെങ്കിൽ ഈ വനില സ്റ്റിക്ക് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ടിപ്പിക്കൽ എഗ്ഗിന്റെ ഫ്ലേവറിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തും, ഷുഗറിലും. അങ്ങനെ ആകുമ്പോൾ ആ മാല കഴിക്കാൻ ഇഷ്ടമാവും. ഇപ്പൊ ഷവർമ എന്ന് പറഞ്ഞ സാധനം അറബ്സിൻ്റെതല്ലേ, അതിന് എരിവും പുളിയൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ അതൊക്കെ സ്വീകരിച്ചില്ലേ. ഇറ്റ് ഇസ് ഹൗ ഫുഡ് ട്രാവൽസ്. ദിസ് ഇസ് ഓൾ ദ intricacies of the cuisine. This is why I say Malabar has a lot of intricate cooking styles, cooking variety of food which has not been really curated and given to people to know what it is. Lovely. Yes, done. ഉരുളി നല്ലോണം വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 കിലോ പഞ്ചസാര അല്ലേ? എത്ര 50 മുട്ടക്ക് 1 കിലോ പഞ്ചസാര വേണോ? 1 കിലോ പഞ്ചസാരക്ക് ഷുഗർ സിറപ്പ് ആവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും അത് വെച്ചിട്ടാണ് ഇതിപ്പോ ചൂടാക്കിയത് അല്ലേ? ചൂടായി വരുമ്പോ പഞ്ചസാരയിൽ കുറച്ച് ചളി ഇതൊക്കെ ഉണ്ടാവും. അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വേറൊരു അതിന്റെ മെംബ്രെയിൻ മാറ്റി വെച്ചില്ലേ, ആ വേസ്റ്റ് ആണിത്. ആ വേസ്റ്റ് ഷുഗറിലേക്ക് ഇടുന്ന സമയത്ത് ഷുഗറിൽ ഉണ്ടാവുന്ന വേസ്റ്റും കൂടി ഈ മുട്ടയുടെ കൂടെ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മളെ പഞ്ചസാര വെള്ളം സിറപ്പ് തിളച്ചു. നൗ വി ആർ ഗോയിങ് ടു ക്ലാരിഫൈ ദ ഷുഗർ സിറപ്പ്. അതിലേക്ക് നമ്മളെ മുട്ടയുടെ ആവശ്യമില്ലാത്ത ആ എഗിന്റെ മെംബ്രെയിൻ ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ക്ലാരിഫൈങ് ദ ഷുഗർ സിറപ്പ്. വേസ്റ്റ് ആയിട്ട് കളയുന്നതാണ്. ദിസ് ഇസ് നോട്ട് ദ മുട്ടമാല ആക്ച്വലി. അത് അതിൻ്റെ ഒരു ആ ഷുഗർ പ്യൂരിഫൈ ചെയ്യുന്ന വേസ്റ്റ്. നല്ല ക്ലിയർ സിറപ്പ് ആവണല്ലോ. ഇപ്പല്ലേ ഉരുളി പെട്ടെന്ന് കൂളായി. ഇനി കുറച്ച് ഒരു ഫ്ലെയിം കൊടുക്കുന്ന സമയത്ത് ഉരുളി ഹീറ്റ് ആവുന്ന സമയത്ത് ആ സിറപ്പ് വിൽ സ്റ്റാർട്ട് ഫോമിങ് ബബിൾ. ആ ബബിളിന്റെ മേലേക്കാണ് നമ്മൾ ഈ മുട്ട ഒഴിക്കാൻ പോകുന്നത്. സി നൗ സ്ലോലി അപ്പൊ അതങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ റെഡിയാവും മുട്ട ഒഴിക്കാൻ അല്ലേ? ഈ ജിലേബിയുടെ പ്രോസസ്സും ഇങ്ങനെ തന്നെയാണ്. ബട്ട് ജിലേബി ശരിക്കും തൈരും മൈദയാണ്. ഇത് അതേ പ്രോസസ്സ് തന്നെ വിത്ത് എഗ്. ഇത് വെറും എഗ് യോക്കാ കേട്ടോ, എഗ് യോക്ക് ബീറ്റൺ. നോക്കണേ. കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു. ഇതിപ്പോ ഇനി ഈ മാലയെ പുറത്തേക്ക് എടുക്കണം. ഇതാണ് ഇതിന്റെ ഇൻട്രിക്കസി. യുനോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു വലിയൊരു സാധനം ക്യൂറേറ്റ് ചെയ്യല്ല.
വെരി സിമ്പിൾ. ഇറ്റ്സ് ജസ്റ്റ് എഗ്സ് ആൻഡ് ഷുഗർ. Egg, sugar and water makes the dish. ഒരു ഷുഗർ സിറപ്പിൽ we have to take it like noodles, like string, like the thinner the best. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ആ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്സ് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യണം. മുട്ടമാലയുടെ കസിൻ സിസ്റ്ററാണ് മുട്ട സുർക്ക. മുട്ടമാല കഴിക്കുന്ന സമയത്ത് വെറും മാലയല്ല കഴിക്കുക, അതിൻ്റെ കൂടെ ഒരു കഷ്ണം മുട്ടസുർക്കയും വേണം. ഈ മുട്ടസുർക്ക എന്ന് പറഞ്ഞത് ഈ മാല ഉണ്ടാക്കിയ ബാക്കി എഗ് വൈറ്റ് കൊണ്ട് ഷുഗറും കുറച്ച് ഏലക്കായ് പൊടിയും ഇട്ടിട്ട് തട്ടി ആവശ്യത്തിനുള്ള മധുരം. ഒരുപാട് മധുരമാകുമ്പോൾ മുട്ടസുർക്ക സ്റ്റിക്കി ആയി പോകും. അപ്പോൾ എത്ര എഗ് വൈറ്റ്, സപ്പോസ് നമ്മൾ എഗ് വൈറ്റ് ഒരു 60 എഗ്സിൻ്റെ യെല്ലോ ഉണ്ടാക്കുമ്പോൾ എഗ് വൈറ്റ് ഒരു 30 എഗ്സിൻ്റെ എഗ് വൈറ്റ് മതി നമുക്ക് മുട്ടസുർക്ക ഉണ്ടാക്കാൻ. മുട്ടസുർക്ക അടി പിടിക്കാണ്ട് നിൽക്കാന് പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. കുറച്ച് മതി, ജസ്റ്റ്. ഓക്കെ, ഇനി മുട്ടേന്റെ മഞ്ഞ ഉപയോഗിച്ചില്ലേ, ആ മുട്ടേന്റെ മഞ്ഞയിലേക്ക് വെള്ള മഞ്ഞ കൊണ്ടാണ് നമ്മളിപ്പോൾ അത് ഉണ്ടാക്കിയത്. കുറച്ച് ഏലക്കായ് വെനില എസൻസ് ഏലക്കായ്, ജസ്റ്റ് ഗിവ് എ ലിറ്റിൽ ഫ്ലേവർ ചേഞ്ച്. വെറും എഗ് ആകുമ്പോണ്ടല്ലോ ഒരു എഗ്ഗി ഫീലിംഗ് വരും. അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അതിലേക്ക് ഈ മുട്ടക്ക് ആവശ്യമുള്ള എക്സ്പെർട്ട് ഇടട്ടെ. എക്സ്പെർട്ട് കൻ ഡു ദ ജോബ് ബെറ്റർ. 3 ടേബിൾ സ്പൂൺ അല്ലേ? ഓ, മുട്ട കൂടുതലായി കഴിഞ്ഞാല് പഞ്ചസാര കൂടുതലായി കഴിഞ്ഞാൽ മുട്ട ഉറക്കില്ല. മേക്കിംഗ് സ്ക്രാമ്പിൾഡ് എഗ്. ഇത് മതി പഞ്ചസാര? മതി. ഈ പഞ്ചസാര നല്ലോണം കലങ്ങി ഏലക്കായിന്റെ ചൊയ അതിൽ വന്ന് പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അല്ലേ? ഇവരെപ്പോ ദൈവത്തിന് വിളിച്ചുകൊണ്ടിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാം ഉണ്ടാക്കുമ്പോഴും തെറ്റ് വരാണ്ടൊക്കെ വേണ്ടി. Now into the steamer. അപ്പൊ ആദ്യം ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ തേച്ച് അതിൻ്റെ അകത്തേക്ക് മുട്ട സുർക്ക, അത് പറഞ്ഞാൽ മുട്ടൻ്റെ വെള്ള വിത്ത് ഷുഗർ ആൻഡ് ഏലക്കായി ഇട്ട് അതിലൊഴിച്ച് ഒരു 10 minutes ഓഫ് സ്റ്റീമിങ്. മുട്ട വേഗം വേവും, ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. മുട്ട സുർക്ക കുക്കായി ഇത് ഈ കൺസിസ്റ്റൻസി, കൈ ഉള്ളിൽ പോവാത്, മോ ഹാർഡർ ആവാൻ പാടില്ല. ഇപ്പൊ ഓൾറെഡി നെക്കി നോക്കി. അപ്പൊ ആവശ്യത്തിനുള്ള കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട സുർക്ക ഇസ് റെഡി. ആൻഡ് മുട്ടമാല ഇസ് ഓൾവേസ് സെർവ്ഡ് വിത്ത് മുട്ടമാല ആൻഡ് മുട്ട സുർക്ക. യെസ്, വെരി ഫ്ലഫി മാല. മുട്ടമാലയും മുട്ട സുർക്കയും ഐസ്ക്രീം ഇടുക. the latest way of eating മുട്ടമാല. മൂപ്പരാണ് പുതിയ ജനറേഷൻ. ഞാനിപ്പോഴും ബയോട്ടെങ്ങിയാണ്. ഐസ്ക്രീം കൂട്ടിട്ട് മുട്ടമാല മേ ബി ക്യാരറ്റ് ഹൽവന്റെ കൂടെ ഐസ്ക്രീം തിന്നുന്നുണ്ട്, ഗുലാബ് ജാമിന്റെ കൂടെ ഐസ്ക്രീം തിന്നുന്നുണ്ട്, ക്യാരറ്റ് ഹൽവന്റെ കൂടെ ഐസ്ക്രീം തിന്നുന്നുണ്ട്. യെസ്, മുട്ടമാല വിത്ത് ഐസ്ക്രീം ഫോർ ദ ന്യൂ teenagers. Come enjoy your muttamala. So we did a beautiful muttamala today. She's so joyfully helping us to do this muttamala, and let's keep up our tradition. And this is the original Malabari muttamala which you would really enjoy. Please try doing it. This is very simple. You can do it at home also. In the same, you don't have to take so much pains. സാധാരണ ഗ്യാസ് കത്തിച്ച് ഓഫാക്കി, ഇവിടെ ഗ്യാസ് കത്തിച്ച് ഓഫാക്കാൻ പറ്റില്ല, തീ കത്തിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഓലച്ചൂട്ട് ഉപയോഗിച്ചത്. ഓല വേണം, ആവശ്യം ഉണ്ടാകുമ്പോൾ ഹീറ്റ് കൺസിസ്റ്റൻസി കൂട്ടും, ഓല തിരിച്ചെടുക്കുമ്പോൾ തീച്ചൂട് കുറയും. അങ്ങനെയാണ് ഈ ഉരുളിയിൽ ഈ മുട്ടമാല ഉണ്ടാക്കുന്നത്. വീട്ടിലാകുമ്പോൾ ഗ്യാസിന്റെ സ്വിച്ച് ഓഫ് ആക്കുക, ആവശ്യം ഉണ്ടാകുമ്പോൾ ഗ്യാസ് ഓൺ ആക്കുക, പത വരുമ്പോൾ സാധാരണ ഒരു സ്ക്വീസി ബോട്ടിലില് ഈ ചിരട്ട കയ്യിൽ ഒന്നും വേണ്ട, മുട്ട സെപ്പറേറ്റ് ആക്കുക, സ്ക്വീസി ബോട്ടിലില് മേക്ക് ഫാസ്റ്റർ. 4 ഓട്ടയാക്കിക്കോ, ഇവിടെ 1 ഓട്ടയേ ഉള്ളൂ. യു കൻ മേക്ക് 4 ഹോൾസ്. കട്ട പിടിച്ചു. ഒരു ഓട്ടയില് നമുക്ക് മുട്ടമാല ഉണ്ടാക്കാം. സാധാരണ പ്രഷർ കുക്കർ സ്റ്റീമറിൽ ഉണ്ടാക്കാം, ഫ്രൈയിങ് പാനില് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് മുട്ട ഇതേമാതിരി മാല ഉണ്ടാക്കാം. ഇറ്റ്സ് സംതിങ് വെരി ഈസി. ആ ട്രഡീഷണൽ മെത്തേഡിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ ഡിഫിക്കൽറ്റി തോന്നിയത്. ബട്ട്
and you make it at home, it will really come out well. അപ്പം ഇന്ന് നമ്മള് മുട്ടമാല ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? ഈ മുട്ടമാല ഇനി നമ്മളെ മക്കളൊക്കെ ഉണ്ടാക്കുവോ? പറയാൻ പറ്റില്ല, ഉറപ്പില്ല, എനിക്ക് ഉറപ്പില്ല. എന്താ നിങ്ങൾ പറയാ എല്ലാരോടും ഉണ്ടാക്കി കാണിച്ചു തന്നില്ലേ? ഇനി എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ? നമ്മളെ മാതിരി ഓലയും ചൂട്ടും ഒന്നും വേണ്ട, അടുപ്പൊക്കെ ഇല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഇത് ഭയങ്കര സിമ്പിളാ. അതെ, ഗ്യാസിൽ ഉണ്ടാക്കാലോ. ഗ്യാസിൽ ഉണ്ടാക്കാം, ഐസ്ക്രീം കൂട്ടി കഴിക്കാം. What else you want? So let's follow this recipe of muttamala. I taught you the biryani, now the muttamala. This is Abida Rishi with Saint Tata, the Kakuma, signing off, and see you all with the next episode.